നമുക്ക് ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന മൂർത്തി മുത്തശ്ശനെ എലിസബത്തിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അറിയാലോ, നയന മോൾക്ക് കൃത്യസമയത്ത് തന്നെ ഫുഡ് കൊടുക്കണം. അതൊക്കെ നീ ചെയ്യുമെന്നറിയാം, എന്നാലും എപ്പോഴും ഒരു കരുതൽ കൂടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. എലിസബത്ത് പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട് സാറേ. കൃത്യസമയത്ത് ആഹാരം കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. അതൊന്നും ഓർത്ത് സാറ് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു, എനിക്കറിയാം നീ കാര്യങ്ങളൊക്കെ ചെയ്യുന്നറിയാം, പക്ഷെ നയനമോൾക്ക് എന്തെങ്കിലും ക്ഷീണമോ തളർച്ചയോ ഉണ്ടോ എന്നൊക്കെ നോക്കണം. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ക്ഷേത്രത്തിൽ അവൾ തളർന്നു വീണു. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് കൃത്യസമയത്ത് വേണ്ടതുപോലൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ശരി സാറേ, അങ്ങനെ ആട്ടെ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണ് നയനെ അങ്ങോട്ടേക്ക് വരുന്നത്. നയന വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ എലിസബത്ത് ചേച്ചി ഫോണിൽ സംസാരിക്കുന്നു. തന്റെ കാര്യത്തെക്കുറിച്ചാണ്. സാറേ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഇനി മുത്തശ്ശനോ മറ്റോ ആണോ എന്നൊരു ചിന്ത നയനയുടെ മനസ്സിലുണ്ട്. നയന പിന്നീട് കുറച്ച് സമയങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. എലിസബത്ത് ഫോൺ വെച്ചിട്ട് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും നയനയുടെ മനസ്സ് നിറയെ സംശയമായി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എലിസബത്ത് നയനയ്ക്കുള്ള ജ്യൂസൊക്കെ ആയിട്ട് വരുവാണ്. മോളെ, ഈ ജ്യൂസ് കുടിക്കാനായിട്ട് പറഞ്ഞു. നയനെ ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ഓയ് എനിക്ക് വേണ്ട ചേച്ചി ജ്യൂസ് എന്ന് പറഞ്ഞു. അതെന്താ? എനിക്കെന്തോ വല്ലാത്തൊരു മനം പുരട്ടലും ഒരു ഛർദ്ദിക്കാൻ വരവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. വല്ലാത്തൊരു തളർച്ച ക്ഷീണമൊക്കെ. ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ട്. അതേന്നെ, എന്ത് ചെയ്യാനെന്ന് പറ. എനിക്കിപ്പോ മുത്തശ്ശന്റെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ഈ ടെൻഷൻ എന്ന് പറഞ്ഞു. മൂർത്തി സാറിന്റെ കാര്യം എടുത്ത് മോളെന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അല്ല, ചേച്ചിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ ഇവിടെ നടക്കുന്നേ. ഇത്രയൊക്കെ ആയിട്ടും മുത്തശ്ശന് എന്നോട് സ്നേഹമില്ല. എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള ചിന്ത പോലും ഇല്ല. മുത്തശ്ശൻ അങ്ങനെയല്ലേ പെരുമാറിക്കൊണ്ടിരിക്കുന്നേ. അതൊക്കെ മോൾക്ക് തോന്നാ. മൂർത്തി സാറിനെ മുത്തശ്ശനേക്ക് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന. പക്ഷേങ്കില് ഇന്ന് വരെ അവരങ്ങനെ മോളോട് ദേഷ്യപ്പെട്ട് എന്തെങ്കിലും സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. മുത്തശ്ശൻ എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ മുത്തശ്ശൻ എന്നെ കാണാൻ വന്നോ? ഇല്ലല്ലോ. ഒരിക്കലെങ്കിലും വന്നില്ലോ. എനിക്ക് എത്രമാത്രം മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യമെന്നറിയോ? മുത്തശ്ശി എന്നെ കാണാൻ വരുന്നുണ്ട്, പക്ഷെ അതുപോലും മുത്തശ്ശൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നേ. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. ഇപ്പൊ തന്നെ ആദർശന്റെ കാര്യം എടുത്ത് നോക്കി. ആദർശനായിരുന്നു ഏറ്റവും ഇഷ്ടം മുത്തശ്ശന്. ഒടുവിൽ ആദർശനെ തള്ളിക്കളഞ്ഞില്ലേ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആദർശനെ വെറുക്കുമെന്ന് എനിക്ക് തോന്നേ. അങ്ങനെയൊക്കെ സംഭവിക്കാം മോളെ, പിന്നല്ലാതെ. എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. എനിക്ക് ആ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട്. എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയത്തില്ല. എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള പരിഗണന പോലും ആരും തരുന്നില്ലോ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ മുത്തശ്ശൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും എലിസബത്തിന്റെ മുഖമൊക്കെ മാറി. എലിസബത്ത് പറഞ്ഞു, മോളെ ഈ ജ്യൂസ് ഇത്തിരിയെങ്കിലും കുടിക്കാൻ പറഞ്ഞു. വേണ്ട എലിസബത്ത് ആന്റി പൊയ്ക്കോളാൻ പറഞ്ഞു. അല്ല, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ജ്യൂസാ. എന്ത് ജ്യൂസാണല്ലോ എനിക്ക് വേണ്ട. എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്, എനിക്ക് നല്ല മനപ്രയാസമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയെന്ന് പറഞ്ഞിട്ട് ഞാൻ അല്പസമയം കിടക്കട്ടെ എന്ന് പറഞ്ഞ് നയനം ബെഡിലേക്ക് കയറി കിടക്കുവാണ്. എലിസബത്ത് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ നയനെ അടുക്കാൻ തയ്യാറായില്ല. നയനയ്ക്കറിയാം, ഒരു പക്ഷേ മുത്തശ്ശനാണ് ഇതിന്റെ എല്ലാം പിന്നിലെങ്കിൽ എലിസബത്ത് ആന്റി ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും മുത്തശ്ശനെ ഇപ്പൊ തന്നെ വിളിക്കും. കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാവും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു നയനയുടെ മനസ്സിൽ. പിന്നീട് എലിസബത്ത് അകത്തേക്ക് കയറി ചെല്ലുവാണ്. അകത്തേക്ക് കയറി ചെന്നിട്ട് ആരും കാണുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മുത്തശ്ശനെ വിളിക്കുക. മുത്തശ്ശനെ വിളിച്ചിട്ട് മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറയണേ. അതെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല സാറേ. നയനമോളാണെങ്കിൽ ജ്യൂസ് പോലും കുടിക്കാൻ തയ്യാറാവുന്നില്ല. നല്ല ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടെന്നാ പറയണേ. അത് മൂർത്തി സാറിനെ കുറിച്ച് ഓർത്തിട്ടുള്ള ടെൻഷനാന്നാ പറയണേ. അത് കേട്ടപ്പോൾ മുത്തശ്ശന് ടെൻഷനായി. സാറേ, എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ നയനമോളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ മോശമായിക്കൊണ്ടിരിക്കും. കാരണം ആഹാരമൊക്കെ നേരെ ചൊവ്വെ കഴിച്ചില്ലെങ്കിൽ വയറ്റൊരു കുഞ്ഞുള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുവേണം. ശരി, എലിസബത്ത് വെച്ചോ, എന്ത് വേണമെന്ന് എനിക്കറിയാന്ന് പറഞ്ഞു. പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ നയനയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുവാണ്. മുത്തശ്ശന്റെ കുടുംബക്ഷേത്രത്തിലെ കാവിൽ വെച്ച് കാണണം. എലിസബത്തിനെ കൂട്ടി വന്നാൽ മതി നാളെ, ആരും അറിയാനായിട്ട് പാടില്ലെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനമായി. അപ്പൊ തന്റെ ബുദ്ധി പ്രയോഗിച്ച് ഏറ്റിരിക്കുന്നു. അപ്പൊ നാളെ അറിയാം മുത്തശ്ശന്റെ മനസ്സിൽ ഏതാ ഉള്ളതെന്ന്. എത്രയും പെട്ടെന്ന് നിന്നൊന്ന് കഴിഞ്ഞു പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു നയനയുടെ ഉള്ളില്. ആ സമയത്ത് അനന്തപുരി വീട്ടില് ദേവേനയൊക്കെ കേക്ക് കട്ട് ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ അവന്തിയെ കാണിച്ചു കൊടുക്കണം. അവന്തിയെ അത് കണ്ടു. അവന്തിയെ നോക്കിയിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. ഈ സമയത്താണ് നവ്യയെ അഭിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നേ. അവരങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനി പറഞ്ഞു, എടാ നോക്കടാ, ഇങ്ങ് നോക്ക്, കണ്ടില്ലേ ഞങ്ങൾ വിജയം ആഘോഷിച്ച് കണ്ടില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അഭിയൊന്നും മിണ്ടാ നിൽക്കുക. അവന്തേക്ക് പറഞ്ഞു, എന്താ അഭിയേട്ടാ, അഭിയേട്ടൻ ഇഷ്ടപ്പെട്ട് കാണത്തില്ലേ ഈ കുടുംബത്തിന്റെ വിജയം? ദേവേനി പറഞ്ഞു, എങ്ങനെ ഇഷ്ടപ്പെടാനാ, അവനിത് കാണാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല. അവന് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവന് വിജയം ആഘോഷിക്കുന്ന കാണുമ്പോൾ അവന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അഭി പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു.
എനിക്ക് അങ്ങനെ ചിന്തയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ജയൻ പറഞ്ഞു, എടാ എന്നിട്ടാണോടാ വിഷുവിന് ഏൻ ജ്വല്ലറി നല്ല കളക്ഷനും സെയിലും ഒക്കെ നടന്ന സമയത്ത് നീ അതെല്ലാരെയും കാണിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ പോയി ആഘോഷിച്ച വീഡിയോസും കാര്യങ്ങളൊക്കെ സ്റ്റാറ്റസ് ഇടുകയൊക്കെ ചെയ്തേ. നിനക്ക് നാണം ഉണ്ടോന്ന് ചോദിച്ചു. കേക്ക് കെട്ടിയത് ആഘോഷിച്ചില്ലേ വിഷുവിന് ഏൻ ജ്വല്ലറിക്കാർക്ക് നല്ല സെയിൽ കിട്ടിക്കഴിഞ്ഞപ്പോ. എന്നിട്ട് ഇപ്പൊ എന്താടാ നിനക്ക്? അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അഭി പെട്ടെന്ന് പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല വല്യച്ഛ, എനിക്ക് എന്റെ മനസ്സിൽ അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ല. പിന്നെ ഞാൻ ഏൻ ജ്വല്ലറിയിലാണ് ജോലി ചെയ്യുന്നെങ്കിലും എന്റെ മനസ്സിൽ എപ്പോഴും മൂർത്തി ജ്വല്ലറി ഒന്നാമത് എത്തണമെന്ന് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജയൻ പറഞ്ഞു, പക്ഷെ എന്റെ ദൈവമേ, ഇവന്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും മിഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അത് വെച്ച് ഇവന്റെ മനസ്സ് പഠിച്ചെടുക്കായിരുന്നു. ഇവൻ ആളൊരു കുറുക്കൻ തന്നെ, എത്രയാന്ന് പറഞ്ഞാലും പിടിച്ചിരിക്കാനുള്ള ഇവന്റെ കഴിവുണ്ടല്ലോ, സമ്മതിച്ചു കൊടുത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ. അനിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അനി വന്നു കഴിഞ്ഞപ്പോ അവന്തി ചോദിച്ചു, അല്ല അനിയേട്ടാ, ഞങ്ങൾക്ക് ചെലവൊന്നും ഇല്ലേന്ന് ചോദിച്ചു. ബാക്കി എല്ലാവർക്കും ചെലവൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, കേക്ക് കട്ട് ചെയ്തല്ലോ, അതോ നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ഇവിടെ കൊണ്ടുത്തരാം. ആ കാര്യമൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു. ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു, ഒരു വിജയം, നല്ലൊരു വിജയം തന്നെയാണ് ഈ തവണ എന്താണെന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അതിലും മതിമറന്ന് ആരും സന്തോഷിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അനി പറഞ്ഞു, മുത്തശ്ശ അങ്ങനെ വിജയം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആദർശേനാണ്. ആദർശേനെ നയനടുത്തിയുടെ കഷ്ടപ്പാടാന്ന് പറഞ്ഞു. മിണ്ടരുത് നീയ, ഞാൻ പറഞ്ഞല്ലോ അവരെ കുറിച്ച് പറയരുതെന്ന്. നീയാണിപ്പോ കമ്മ്യൂണിറ്റി MD, അതിന്റെ ക്രെഡിറ്റ് നിനക്കാന്ന് പറഞ്ഞു. അല്ല എന്നാലും മുത്തശ്ശ അവരെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. നിനക്കറിയാലോ, ഇപ്പൊ നീ ചില തെറ്റിദ്ധാരണകളൊക്കെ പരത്തിയിട്ടാണ് ഏൻ ജ്വല്ലറിക്കാരുടെ മേലെ വിജയം കൈവരിച്ചിരിക്കുന്നത്. നീ ആ ഡീൽ ഉറപ്പിക്കാൻ അങ്ങോട്ട് ചെല്ലില്ല എന്നും പറഞ്ഞുകൊണ്ട്. അതാണ് ബുദ്ധി. അങ്ങനെ തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ട് വേണം ഏൻ ജ്വല്ലറിക്കാരെ തകർക്കാനായിട്ട്. പൂർണ്ണമായിട്ടും ഏൻ ജ്വല്ലറിക്കാരുടെ മുകളിലെത്തിയിട്ട് വേണം നമ്മൾ വിജയം ആഘോഷിക്കാനായിട്ട്. അപ്പോഴേക്കും അനി പറഞ്ഞു, മുത്തശ്ശ ആദർശേണ്ണെ നയനേശി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണ്ടേ, എന്നാലല്ലേ ശരിയാകത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുള്ള സമയമായിട്ടില്ല. സമയമാവട്ടെ, അതിനുശേഷം നമുക്ക് ആലോചിക്കാന്ന് പറഞ്ഞു. തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു പോലും ഇല്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അബിക്കൊക്കെ ഒരു സന്തോഷമായി. ഈ സമയത്ത് മുത്തശ്ശൻ വീണ്ടും പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ വിജയം ഉണ്ടാകണം. ഇനി ഏൻ ജ്വല്ലറിക്കാർ കുതിച്ചു വരാനായിട്ട് പാടില്ല. അതിനു മുമ്പ് തന്നെ ശത്രുക്കൾക്ക് കൊടുക്കാനുള്ള പണിയൊക്കെ നമ്മൾക്ക് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. അവന്റേക്കും അബിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ മുഖത്ത് വലിയ ഭാവപ്രകടനങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇവർക്ക് സംശയം തോന്നും എന്നൊക്കെ കരുതിയിട്ടാണ് അവന്തി ഇങ്ങനെ അവിടെ അനങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നീട് അനിയോട് മുത്തശ്ശൻ പറഞ്ഞു, നല്ല രീതിയിൽ തന്നെ നീ മുന്നോട്ട് പോകാൻ നോക്കുക, എനിക്കത് മാത്രമേ പറയാനുള്ളൂ. അതും പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങോട്ട് കയറി പോവുകയാണ്. ഈ സമയത്ത് അവന്തിക്ക് ഒന്ന് നോക്കി അബി, കാരണം ഇവിടെ ഉള്ള എന്തെങ്കിലും രഹസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ട് ചോർത്തി കൊടുക്കാൻ പറ്റൂലോ തങ്ങളുടെ കമ്പനിയിലേക്ക്. ഇപ്പൊ തന്നെയാണ് മുത്തശ്ശൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കാരണം അതൊരു തെറ്റിദ്ധാരണ പരത്തിയിട്ടാണ് വിജയം കൈവരിച്ചതെന്ന്. അപ്പൊ ഇനി ഇതുപോലെ ഡീലൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും തന്ത്രങ്ങൾ ഒപ്പിക്കാനായിട്ടായിരിക്കും ഇവരൊക്കെ അനിയൊക്കെ ശ്രമിക്കണം എന്തൊക്കെ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അനി മുറിയിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്. ജാനകി വന്നിട്ട് പറഞ്ഞു, എന്നാലും നിന്റെ വിജയം നമുക്കൊന്ന് ആഘോഷിക്കേണ്ടെന്ന് ചോദിച്ചു. എന്റെ വിജയോ? അമ്മ എന്തൊക്കെയാ പറയണേ, ഇത് ആദർശന്റെ വിജയം വന്നു പറഞ്ഞു. ആദർശന്റെയോ? അതെങ്ങനെയാടാ, നീയല്ലേ കമ്പനിയുടെ MD. എന്റെ അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമാണ്. ആദർശാണ് ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ലെന്നുള്ള കാര്യം. പിന്നെ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിച്ചു. എടാ, നിനക്ക് ഇത്തിരിയെങ്കിലും ഒരു നാണമുണ്ടോ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കമ്പനിയുടെ MD ആയിട്ട് ആ കസലിരിക്കുന്ന ആള് നീയാ. അപ്പൊ പിന്നെ ഇതിന്റെ വിജയത്തിന്റെ എല്ലാ ക്രെഡിറ്റും നിനക്കുള്ള. നിന്റെ മുത്തശ്ശൻ പറയുന്ന നീ കേട്ടല്ലേന്ന് ചോദിച്ചു. അത് പിന്നെ മുത്തശ്ശന് ആദർശേണ്ണെ നയനേച്ചി ഇപ്പൊ കാണത്തില്ലാത്തോണ്ടാ അങ്ങനെയൊക്കെ പറഞ്ഞേ. പക്ഷെ അതല്ല സത്യാവസ്ഥ, അമ്മയ്ക്കും അറിയാലോ. ഇനിയിപ്പൊ അധികം വൈകാതെ ആദർശേണ്ണ ഇങ്ങോട്ടേക്ക് തിരികെ വരും. അപ്പൊ ഈ കമ്പനിയുടെ MD സ്ഥാനം ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ട് ഞാൻ മാറി നിൽക്കുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ജാനകി പറഞ്ഞു, നിനക്ക് തലയ്ക്ക് മുഴുത്ത ഭ്രാന്ത, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിയിട്ട് ആരെങ്കിലും ഇത് കൊടുക്കുമെന്ന് ചോദിച്ചു. അനി പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടോ? അമ്മയ്ക്കറിയാവോ, എപ്പോഴും എനിക്ക് ആദർശേണ്ണ കീഴിൽ നിൽക്കാനാ താല്പര്യം. ഇന്ന് വരെ ആദർശേണ്ണന്റെ അച്ഛനോട് എന്തേലും മറുത്ത് പറയുന്ന അമ്മ കേട്ടിട്ടുണ്ടോ? വല്യച്ഛനോട് എന്തേലും ചീത്ത പറഞ്ഞു ആദർശേട്ടൻ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? അങ്ങനെയാണ് ആദർശേട്ടൻ വളർന്നു വന്നത്. അതുപോലെ തന്നെയാണ് ഞാനും. കാരണം ആദർശേട്ടൻ ഓരോ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ആദർശേട്ടനെ പിന്തള്ളിക്കൊണ്ട് എനിക്ക് ഒരിക്കലും ഉയരങ്ങളിലേക്ക് പോകണ്ട. എൻ്റെ ഈ വിജയത്തിനെല്ലാം പിന്നിൽ ആദർശേണ്ട. അത് മനസ്സിലാക്കാതെ പോയ ആളമ്മയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ അങ്ങോട്ട് വായിച്ച് എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ജാനകിക്കാണെങ്കിലോ മോൻ വലിയ MD അപ്പൊ അതിന്റെ ഒരു അഹങ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതിനും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട്
അനി പുറത്തേക്ക് വന്നിട്ട് നന്ദുവിനെ വിളിക്കുകയാണ്. നന്ദുവിനെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ്. അതെ, പെട്ടെന്ന് തന്നെ നീ ഇറങ്ങണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ശരി, ഞാനിപ്പോൾ തന്നെ ഇറങ്ങിയേക്കാം. അല്ല, നീ ഇതുമായിട്ട് തന്നെ ഇത്ര ലേറ്റ് ആയത്? അത് പിന്നെ എനിക്കിവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ ഒടുവിൽ നന്ദു ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങണം. എസ് ഐയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം. അതെ, ഞാൻ ഇറങ്ങിയേക്കുക, അറിയാലോ. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് മാനേജ് ചെയ്തേക്കണമെന്ന് പറഞ്ഞു. പിന്നെ അത്ര വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ എൻ്റെ ഫോണിലേക്ക് വിളിക്കാവുള്ളൂ. എനിക്കൊരു സ്ഥലം വരെ അത്യാവശ്യമായിട്ട് പോകേണ്ട കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഏസ ഇങ്ങനെ മനസ്സിലോർത്തും, എവിടെയാ പോകുന്നേ? ആ കാമുകൻ അനിയോടൊപ്പമാണോ അതോ ഇനിയിപ്പോൾ വീട്ടുകാരുടെ ഒപ്പം ആയിരിക്കുമോ? എന്താണ് താൻ ആലോചിക്കുന്നത്? ഒന്നുമില്ല എന്ന് പറഞ്ഞു. ആ, എനിക്ക് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് നന്ദു ഇറങ്ങി. അങ്ങനെ നന്ദു വീട്ടിൽ വന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും കനക അങ്ങോട്ട് വരുന്നേ. കനക വന്ന് കഴിഞ്ഞപ്പോൾ കനകയോട് പറഞ്ഞു, അമ്മേ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അപ്പം മീറ്റിങ്ങിന് പോകണമെന്ന് പറഞ്ഞു. മീറ്റിംഗ് ആണോ അതോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചു. അമ്മയ്ക്ക് എന്താ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് ചോദിച്ചു. എനിക്ക് മനസ്സിലാവും, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ. കാരണം നീയാണല്ലോ ആള്, നീ എങ്ങോട്ട് എങ്ങനെയാ പോകുന്നതെന്നും എനിക്കറിയത്തില്ലല്ലോ. അല്ല, എവിടെ വെച്ചാ മീറ്റിംഗ്? അതാ പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള ആ ഹോട്ടലിൽ വെച്ച്. ഓ, അവിടേക്ക് പോലീസുകാർ തന്നെയാണല്ലോ വരുന്നതല്ലേ, അല്ലാതെ അനിയൊന്നും അല്ലല്ലോ. ഈ അമ്മയ്ക്ക് എന്ത് പറഞ്ഞാലും എന്താ ഇങ്ങനെയൊക്കെ നെഗറ്റീവ് അടിച്ചോണ്ടിരിക്കുന്നേ? എടി, അമ്മയല്ലേ, അമ്മയായി പോയില്ലേ, അപ്പൊ കുറെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നിനക്കതൊന്നും മനസ്സിലാകത്തുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ അമ്മയുടെ ഒരു സംശയം, അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ സംശയിക്കണം എന്ന് ചോദിച്ചു. ഇടി, സംശയിക്കും. ആ, അനി എന്ന് പറയുന്നത് നിന്റെ പിന്നാലെ തന്നെ നടക്കുമല്ലേ? ഓ, എന്റെ അമ്മ, അവനിപ്പോ അതിനൊന്നും സമയമില്ല. അവൻ ഫോൺ വിളിക്കാറ് പോലും ഇല്ല ഇപ്പൊ, അതിനുള്ള സമയം പോലും ഇല്ല. ഓ, അപ്പൊ മുമ്പ് വിളിക്കുവായിരുന്നല്ലേന്ന് ചോദിച്ചു. ഓ, അമ്മയുടെ ഒരു കാര്യം. എടി, ഫോൺ വിളിച്ചില്ലേ, നിങ്ങൾ തമ്മിൽ കാണുന്നില്ലെന്ന് ചോദിച്ചു. എവിടുന്ന് കാണാനായിട്ട്? അമ്മയ്ക്ക് ഇതെന്താ ഇത് മിണ്ടായിരുന്നേ ഇവിടെ? അതെ, അമ്മയുടെ ഈ സംശയം എല്ലാത്തിനും കാരണം, അതിൻ്റെ സംശയിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ കൃത്രിമമായിട്ടൊരു ദേഷ്യമൊക്കെ അഭിനയിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. പിന്നീട് അനിയെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇതേ ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയെന്ന് പറഞ്ഞു. ശരി ശരി, പെട്ടെന്ന് വാ, ഞാനിവിടെ എത്താറായെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് അനി കാർ എടുക്കുമ്പോഴത്തേനോട് ഒരു ബൈക്കുകാരനെ അങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് ബൈക്കുകാരനെ പോയി കാറൊന്ന് മുട്ടി. ആ സമയത്ത് അയാളെ ഉരുണ്ട് പറഞ്ഞ് താഴെ വീഴുവാണ്. അപ്പോഴേക്കും ആൾക്കാരൊക്കെ കൂടി അയാൾ ദേഷ്യപ്പെട്ടു. താനിത് എവിടെ നോക്കിയാളാ വണ്ടി ഓടിക്കുന്നത്? തനിക്ക് മുഖത്ത് കണ്ണില്ല എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ദേഷ്യപ്പെട്ടു. അനി പറഞ്ഞു, ചേട്ടാ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു. കണ്ടില്ലേ, എന്റെ വണ്ടിയുടെ കോല കണ്ടില്ലേ എന്ന് ചോദിച്ചു. അതിനെന്താ, ഞാൻ കുറച്ച് പൈസ തരാന്ന് പറഞ്ഞ് എനിക്ക് കുറച്ച് പൈസ എടുത്ത് അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേനും അയാൾ പറഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് പൈസ തന്നിട്ടുണ്ടെങ്കിൽ എല്ലാം തീരുമെന്ന് ഓർത്തിട്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ദേഷ്യപ്പെടുകയാണ്. കൂടിയിരുന്ന നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു, അതെ, പൈസ തന്നല്ലോ, ഈ വണ്ടിക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, പിന്നെ ഇയാൾക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് കിട്ടിയ പൈസയും വാങ്ങിച്ചിട്ട് പോകുന്നതല്ല നല്ലതെന്ന് പറഞ്ഞു. ഒടുവിൽ അയാൾ സമ്മതിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി, കാരണം തൻ്റെ നോട്ടപ്പശു കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ അറിയാം. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.